കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ രക്ഷാപ്രവർത്തന വീഴ്ചയിൽ മന്ത്രിമാരെ പൂർണ്ണമായും സംരക്ഷിച്ച് CPM. ആരും രാജിവെക്കാൻ പോകുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങളെ ഗൗരവമായി പരിശോധിക്കണമെന്ന ആവശ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മറുവശത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടേത് നിരുത്തരവാദപരമായ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പറഞ്ഞു. ഇത് സർക്കാരിന്റെ അനാസ്ഥ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിന്റെ കാരണം മന്ത്രിമാരുടെ ഇടപെടൽ ആയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഇവര് വന്ന് പറഞ്ഞതോടുകൂടി ആ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതകളുടെ വാതിൽ കൂടി അടഞ്ഞു. പ്രതിപക്ഷം ആഞ്ഞടിച്ചതോടെ മന്ത്രിക്ക് സംരക്ഷണ കവചമൊരുക്കി CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുന്നുവെന്ന് MV ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഉണ്ടായ സംഭവങ്ങളിൽ സിസ്റ്റത്തിന്റെ വീഴ്ച ആരുടേതാണെന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ കൃത്യമായി മറുപടി നൽകിയതുമില്ല. സ്വകാര്യ ആശുപത്രികൾ വലിയ കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങുന്നു എന്നുള്ളതാണ്. കോഴിക്കോടും കണ്ണൂരും എറണാകുളവും തിരുവനന്തപുരവും എല്ലാം അറിയപ്പെടുന്ന ആശുപത്രികളെല്ലാം കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടുന്ന പുതിയ സാഹചര്യം വന്നിരിക്കുകയാണ്. സിസ്റ്റത്തിന് കുഴപ്പം എന്ന് പറയുന്നതിനെ പറ്റി ഞാനതിന്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കോട്ടയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും മരണപ്പെട്ട ബന്ധുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. വളരെ അപലപനീയമാണ് ഇങ്ങനെ വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുന്ന രീതികൾ. അപ്പൊ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്ന് ആരോഗ്യ മേഖലയെ പഴയ പോലെ കൊള്ളയടിക്കാനാണ് UDF ശ്രമമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. ദാരുണമായ സംഭവത്തെ സുവർണാവസരമായാണ് പ്രതിപക്ഷം കാണുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.